ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചാർട്ട് പേപ്പറിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 38 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് നമ്മളിപ്പോൾ ഈ അളവ് എല്ലാം കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഒരു 36ഉം 40ഉം ചെസ്റ്റ് അളവുള്ളവർക്ക് ഏകദേശം ഇതുമായിട്ട് ഒരല്പം കാൽക്കുലേറ്റൊക്കെ മാറ്റിയാൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പം പറയുന്ന അളവ് 38 ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് നമ്മൾ എല്ലാ അളവുകളും കാണിക്കുന്നത്. ഒരു ചാർട്ട് പേപ്പറിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ചാർട്ട് പേപ്പറിൻ്റെ ബോട്ടം ഭാഗം നമ്മളിതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് 1.5 ഇഞ്ച് വിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാ അളവുകളും ഈ ചാർട്ട് പേപ്പറിൽ എഴുതിയാണ് പോകുന്നത്. 1.5 ഇഞ്ച് വിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ഈ രണ്ടാമത് വരച്ച വരയില്ലേ, ആ വരയിൽ നിന്നാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് 14 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. ആ ലെങ്തിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുത്ത് 15 ഇഞ്ചാണ് നമ്മളിപ്പം അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. 14 ഇഞ്ച് നമുക്ക് വേണ്ട ലെങ്ത്, അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 15 ഇഞ്ച്. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇനി നമ്മളുടെ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നമുക്കൊരു 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് ഒരു 14-15 ആയിരിക്കും ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ സാരി ബ്ലൗസിലേക്ക് വരുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിന് ഡെപ്ത് കൊടുക്കും നല്ലോണക്ക്. ഒരു 8 ഇഞ്ചോ 7 ഇഞ്ചോ 10 ഇഞ്ചോ ഒക്കെ ഡെപ്ത് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ഷോൾഡർ ഇങ്ങോട്ട് കയറി വരും. അപ്പം നമ്മൾ ഇവിടെ ഒരു 5 ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതിയേ. 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് 5.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി ആം ഹോളിനും നമ്മൾ ഇതുപോലെ ഈ 5.5 മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1/2 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് 6 ഇഞ്ച് കൊടുക്കാവേ. ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 5.5 ഇഞ്ചേ കൊടുത്തിട്ടുള്ളേ. ഇനി നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. നമ്മളുടെ ഇവിടുത്തെ ചെസ്റ്റ് 38 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9.5 ഇഞ്ചെന്ന് കിട്ടും. ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 11 ഇഞ്ചെന്ന് കിട്ടുമേ. അതാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഏതൊരാൾ അവനവൻ്റെ ചെസ്റ്റ് അളവ് എടുക്കുക, എന്നിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് കൂടെ കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു 36 ചെസ്റ്റ് അളവുള്ളവർക്ക് 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് ഏകദേശം ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് നമ്മൾ ഹരിക്കുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 2.25 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കേണ്ടത്. അതായത് സീം അലവൻസ് എന്നല്ല, അവിടെ നമ്മൾ കൂടുതൽ 2.25 ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഈ അളവുകളെല്ലാം ഇവിടെ എഴുതുന്നുണ്ട്. നമ്മളുടെ 32 ഇഞ്ചാണ് വേസ്റ്റ് അളവ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8 ഇഞ്ചെന്ന് കിട്ടി. ഇനി ആ 8 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2.25 ഇഞ്ച് കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. 2.25 ഇഞ്ച് നമ്മൾ കൊടുക്കുകയാണ്. അതവിടെ പ്രത്യേകിച്ച് ഏതൊരളവുകാരും അതാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് 10.25 ഇഞ്ചെന്നാണ് കിട്ടിയത്. അത് നമ്മൾ ഇവിടെ എഴുതിയേ. നമുക്കിപ്പോൾ 10.25 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ഭാഗത്ത് കിട്ടിയത്. നമ്മളുടെ വേസ്റ്റ് എത്രയാണെന്നോ അതിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് താഴെ വരെ വരച്ചോണേ. ഇനി നമ്മൾ ഇതുപോലെ ഈ അളവുകളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ലഭിച്ചു. ഇനി ആം ഹോളിൻ്റെ അവിടുത്തെ അളവാണ്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് ഇതുപോലെ നമ്മൾ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഈ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ അകത്തെ പോയിന്റിൽ നിന്നാണ് 1 ഇഞ്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി ഇവിടെയും നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ
താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താൽ മതിയേ. അതിനുശേഷം ഈ ഭാഗങ്ങൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇവിടെ ഭാഗത്തേക്ക് വന്ന് ഈ 1/4 ഇഞ്ചിലേക്കാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടം തൊട്ടേ ഇങ്ങനെ നമ്മൾ കർവ് വരയ്ക്കണേ. എന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ആ ഫസ്റ്റ് വരച്ച വരയിലേക്ക് തന്നെ വരണേ. അതാണ് ബാക്ക് ആം ഹോള്. ഇപ്പം നമ്മൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ നമ്മളൊന്ന് താഴ്ത്തി വരച്ച് കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 2.25 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അത് 3 ഇഞ്ചോ 3.25 ഇഞ്ചോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവേ. നമ്മളിപ്പോൾ ഒരു 2.25 ഇഞ്ചാണ്. ഒരു 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് അത് കറക്റ്റായിട്ടുള്ള ഒരു അളവാണ്. ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു 10 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഷോൾഡർ പോയിന്റിൽ നിന്ന് അത് നമ്മൾ ഈ രണ്ടാമത് വരച്ച വരയിൽ നിന്ന് ഒരു 8 ഇഞ്ചുമായിട്ട് കറക്റ്റാണ്. അപ്പം നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ ബാക്ക് നെക്കാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും നമ്മൾ ബാക്ക് നെക്ക് കൂടി ഇതിലേക്ക് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഭാഗത്ത് ആ 2.25 ഇഞ്ച് തന്നെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുകയാണ്. അവിടെ വേണേൽ 3 ഇഞ്ച് വിഡ്ത്ത് വേണമെങ്കിലും നമുക്ക് ആ താഴ്ഭാഗത്ത് കൊടുക്കാവേ. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തു. എന്നിട്ട് ഈ കോർണർ മാത്രം ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു നെക്ക് നമുക്ക് ലഭിക്കുവേ, ഒരു റൗണ്ട് നെക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടെ പറയാവേ. ഈ രണ്ടാമത് വരച്ച വരയിൽ നിന്ന് നമ്മൾ 8 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് കറക്റ്റ് അത് 10 ഇഞ്ചായിട്ടും കിട്ടും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നമ്മളിപ്പോൾ നെക്ക് വരച്ചിരിക്കുന്നത് ബാക്ക് നെക്കാണ് വരച്ചിരിക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷോൾഡർ ഇങ്ങോട്ട് കയറി വരും. അതിൻ്റെ ഒരു വീഡിയോ അധികം താമസിക്കാതെ ചെയ്യാവേ. ഇനി ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്ക് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഫ്രണ്ട് പോർഷനിൽ തന്നെ ബാക്ക് നെക്ക് ഒന്ന് വരച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ ഫ്രണ്ട് പോർഷനിലെ നെക്കാണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഒരു 6 ഇഞ്ചാണ് ഇങ്ങനെ താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണ്. ഏത് അളവുകാർക്കും അതൊരു 6 ഇഞ്ച് അല്ലെങ്കിൽ 6.25 ഇഞ്ച് കൊടുത്താൽ മതിയേ. ഇനിയും നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് കുഴിച്ച് നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുഴിച്ച് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നല്ല റൗണ്ടായിട്ട് നെക്ക് കിട്ടത്തുള്ളേ. അത് കണ്ടോ, ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ചാണ് അകത്തേക്ക് ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത്. 6 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് അകത്തേക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഫ്രണ്ട് നെക്ക് നല്ല റൗണ്ടായിട്ട് നമുക്ക് ലഭിക്കുവേ. അപ്പോൾ ഏത് അളവുകാരും 6 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് ആദ്യമേ നമ്മൾ വരച്ചത്, ബാക്ക് നെക്കാണ് ഇത് ഇപ്പം വരച്ചത് ഫ്രണ്ട് നെക്കാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇത് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു 11 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് മിക്കവർക്കും 11 ഇഞ്ചായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് അളന്ന് നോക്കിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇത് നമ്മളുടെ ഡാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ ടക്ക് പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇനി ഈ 11 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഈ സൈഡിൽ നിന്ന് ഒരു 4.5 ഇഞ്ചാണ് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഈ 4.5 ഇഞ്ചിലാണ് നമ്മൾ ഈ 11 ഇഞ്ചും അതുപോലെ തന്നെ 1 ഇഞ്ച് മുകളിലേക്കും അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഈ വേസ്റ്റിൻ്റെ ഭാഗത്തും ഈ 4.5 ഇഞ്ചാണ് വരേണ്ടത്. അതായത് ഒരു 38 ഇഞ്ച് ഉള്ളവരുടെ ടക്ക് പോയിന്റിൻ്റെ സൈഡ് 4.5 ഇഞ്ചായിരിക്കും. അല്ലെങ്കിൽ അതിൽ കുറവുള്ളവർക്ക് അതൊരു 4, 3.25 ഒക്കെ ആയിരിക്കുമേ. കൂടുതലുള്ളവർക്ക് 4.5 എന്നുള്ളത് 4.25, 5 ഒക്കെ ആകുമേ. ഇതുപോലെ നമ്മളിപ്പം ഇതുപോലെ 4.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ആദ്യമേ 11 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മളിനി പ്രിൻസസ് കട്ട് ഇതുപോലെ ഇങ്ങനെ കർവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ
1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നാണ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഈ നമ്മൾ 4.5 അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്ന് ഒരു 2.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2.25 ഇഞ്ചാണ് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ 11 എന്നുള്ള പോയിന്റ് അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് കുറച്ച് 10 എന്നുള്ള പോയിന്റ്. ഇനി നമ്മൾ ഈ ആദ്യമേ വരച്ച 11 എന്നുള്ള പോയിന്റിലേക്കാണ് ഈ 2.25 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യത്തെ ആ 11 എന്നുള്ള പോയിന്റിലേക്കാണ് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്ന ഈ 2.25 ഇഞ്ചില്ലേ, ഈ 2.25 ഇഞ്ച് നമ്മൾ ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് ഈ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അത് നമ്മൾ കൂടുതൽ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2.25 ഇഞ്ച് നമ്മളിതാ ഇവിടെ ഇങ്ങനെ കൊടുക്കണം. ഈ ഭാഗത്ത് നമ്മൾക്ക് ഒരു 1/4 ഇഞ്ച് കൊടുക്കാവേ. ഒരു 1/4 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ കൂടി വന്നാൽ 1 ഇഞ്ച്. നമ്മളിപ്പോൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ 1/4 ഇഞ്ചിൽ നിന്ന് നമ്മളിതാ ഈ 2.25 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുന്നു. ഈ ഭാഗം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ഈ ഭാഗങ്ങളെല്ലാം ഏകദേശം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു പേപ്പർ എടുത്ത് അതിനെ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷൻ്റെ ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ ക്ലോത്തിലാണെങ്കിൽ. അതിനുശേഷം ഇത് കണ്ടോ, നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ നമ്മളുടെ ആദ്യത്തെ ആ വരയില്ലേ, ആ വരയും ബാക്ക് പോർഷൻ്റെ ഈ ഭാഗവും തമ്മിൽ ഒരുപോലെ ആയിരിക്കണേ. കണ്ടോ, ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഒരുപോലെ ഇരിക്കണേ. ഇവിടെ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ വരയുണ്ടല്ലോ, ആ വര വരുന്നിടത്ത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്തും ഈ വര വരുന്നിടത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തു നെക്ക് പോയിൻ്റ് നമ്മൾ ആ നെക്ക് വിട്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഈ ആം ഹോൾ കർവ് അതുപോലെ നമ്മൾ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വിട്ത്തിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമ്മൾ ഈ സീം അലവൻസിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഭാഗത്ത് നമ്മളുടെ കറക്റ്റ് ആ സെൻറ്ററിൽ നമ്മൾ ഹുക്കും ഹോളും വെക്കുമ്പോഴത്തേന് ഒരല്പം അടിപ്പ് വരികയില്ലേ, അതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ സീം അലവൻസ് അവിടെ കൂട്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഫസ്റ്റിന് എത്രയാണോ കൊടുത്തത് അത് തന്നെ കൊടുക്കുക. ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തത് അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2.25 ആണ്. ആ 2.25 തന്നെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു 8 ഇഞ്ചാണ് ലെങ്ത് ബാക്ക് പോർഷന് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാക്ക് പോർഷൻ്റെ ഒക്കെ ലെങ്തും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ബാക്ക് പോർഷനിലാണ് ഹുക്ക് വയ്ക്കുന്ന രീതിയിലാണ് നമ്മളിപ്പം കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ വേണമെങ്കിൽ ഹുക്ക് ചെയ്ത് കൊടുക്കാവേ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെ ഒരളവ് പറയുകയാണ്, 38 ഇഞ്ച് ചെസ്റ്റുകാർക്ക് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വേണമെങ്കിൽ ഹുക്ക് കൊടുക്കാവേ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ. അതിനുശേഷം ഇത് കണ്ടോ, ഈ ഭാഗം നമ്മൾ ആം ഹോൾ കർവ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്തത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ബാക്കും ഫ്രണ്ടും ഇതുപോലെ റെഡിയായി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനെ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. അത് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മളിങ്ങനെ
കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദാ ഇതുപോലെ നമുക്കിപ്പോൾ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ദാ ഇതുപോലെ നീറ്റായിട്ട് രണ്ട് സൈഡും കൊടുക്കാവേ. ഫ്രണ്ട് പോർഷന് ആണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നെങ്കിൽ ഈ സെൻറ്റർ കട്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. അതുപോലെ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതിങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടാവേ, അതിനൊരല്പം താമസമുണ്ട്, പയ്യെ ഇടാവേ. അപ്പം കട്ടിങ് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഓരോ പീസ് ലൈനിങ്ങുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ പയ്യെ ഇടാവേ. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ എടുക്കുകയാണ്. നമ്മളൊരു ചെറിയ പേപ്പറിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് അവനവൻ്റെ മെഷർ എത്ര എടുത്ത് ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. നമ്മളൊരു 1/2 ഇഞ്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടൊരു 4 ഇഞ്ച് ലെങ്തും 1/2 ഇഞ്ച് സീം അലവൻസിനുമായിട്ട് 4.5 ഇഞ്ചാണ് നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് 7 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ എടുത്തോണേ. നമ്മളിപ്പോൾ ഒരു 4.5 ഇഞ്ചിലാണ് ഇതുപോലെ സ്ലീവ് ഇങ്ങനെ കാണിക്കുന്നത്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത 2.5 ഇഞ്ചിൻ്റെ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എത്രയാണോ ആം ഹോള് കർവ് വേണ്ടത് അത് ഇതുപോലെ നമുക്കിപ്പോൾ 10 ഇഞ്ചാണ് ഇതുപോലെ കിട്ടിയത്. സീം അലവൻസ് ഉൾപ്പെടാതെ ആ 10 ഇഞ്ച് ഇവിടെ വരുന്നിടത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് സീം അലവൻസ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ആം ഹോൾ കർവ് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ഭാഗത്ത് എത്രയാണോ വേണ്ടത് അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് അവനവൻ്റെ അളവെടുത്ത് ചെയ്യുന്നത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ 2-3 ടൈപ്പ് രീതിയിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. ഇതിപ്പോൾ നമ്മളൊരു സിമ്പിൾ മെത്തേഡിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ആ വീഡിയോ എല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും സ്ലീവ് സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ. ഇനി ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കർവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ മെത്തേഡിൽ ഒരു സ്ലീവ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും സ്ലീവിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ലാത്തവർ നമ്മളുടെ വീഡിയോസ് കണ്ടു നോക്കിയാൽ മതിയേ. ഇപ്പം നമ്മൾ ഈ പ്രിൻസസ് കട്ടിനുള്ള എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തയ്യൽ വീഡിയോ താമസിക്കാതെ വേറൊരു ദിവസം ഇടാവേ. നമ്മളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മളിപ്പോൾ ഇതൊരു 38 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 36-കാർക്കും 40 ഇഞ്ചുകാർക്കും ഒക്കെ ഒരല്പം വ്യത്യാസം വരുത്തിയാൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അധികം താമസിക്കാതെ ഇടാവേ. അപ്പോൾ സപ്പോർട്ട് എപ്പോഴും തരണേ. താങ്ക് യു ഫോർ വാച്ചിങ്.